നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ അഥവാ കർമ്മമണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാവുകയും സാമ്പത്തികമായിട്ടുള്ള അത്ര തന്നെ നേട്ടമില്ലെങ്കിൽ പോലും ഇതിൻ്റെ വെളിച്ചത്തിൽ കുറച്ചൊക്കെ നഷ്ടകഷ്ടങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ വരുന്ന ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനും അത് അവലംബിക്കുവാനും ഉള്ളൊരവസരം വന്നു ചേരും. വേറെ ചിലർക്ക് പുതിയതായിട്ടുള്ള കരാർ ജോലികൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. എന്തായാലും അർദ്ധമനസ്സോടുകൂടി ആയിരിക്കാമെങ്കിൽ പോലും തീർച്ചയായിട്ടും അന്തിമമായിട്ട് ഈ മാസത്തിൻ്റെ ഒടുവിൽ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും അത് കരാർ ഒപ്പുവയ്ക്കുവാനും സാധ്യതയുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് ദൂരദേശത്ത് അനുമതി ലഭിക്കുമെങ്കിൽ പോലും കുടുംബാംഗങ്ങളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ 6 മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. സകുടുംബം വികസ്വര രാജ്യത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാൻ ഒരു അനുമതി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് മേലധികാരികൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്തോടുകൂടി പൂർത്തീകരിക്കാൻ തക്കവണ്ണം ചില ചുമതലകളോ ഒരു വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമയബന്ധിതമായിട്ട് മാത്രമേ വേണ്ടി വരികയുള്ളൂ. അതായത് 6 മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്നതും സമർപ്പിക്കുന്നതുമായുള്ളത് കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക എന്നിവയൊന്നും തന്നെ അരുതാത്തതാണ്. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരും എന്നുകൂടി സൂചിപ്പിക്കുന്നു. മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തൊഴിൽ ക്രമീകരിക്കുവാനും താമസിച്ചു വരുന്നതിൻ്റെ സമീപത്തുള്ളൊരു വീട് വാടകയ്ക്ക് എടുക്കുവാനും സാധ്യതയുണ്ട്. ഭാവിയിലേക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഗൃഹം നിർമ്മിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്ന സങ്കല്പത്തോടു കൂടി തന്നെ ആയിരിക്കാം. എന്തായാലും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത്. വാതനാഡി ഉദരരോഗ പീഡകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ദിനചര്യാക്രമങ്ങളിലുള്ള അപാകതകൾ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണം, യോഗ, വ്യായാമമൊക്കെ തന്നെ ശീലിക്കാനുള്ള സാധ്യതയുണ്ട്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടാകും. പലപ്പോഴും അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുള്ളത് കൊണ്ട് ആത്മനിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന മക്കളും പേരക്കുട്ടികളും മറ്റൊരു സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറിയതിനാൽ ആ ഒരു പ്രദേശത്തേക്ക് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ഒരുപക്ഷെ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അവധി ദിനങ്ങളിലും മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാൻ. അതിൻ്റെ വെളിച്ചത്തിൽ മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ 1-2 ദിവസം അവധി ഉണ്ടാകുവാനും ഇടയുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും വേറെ ചിലർക്ക് ഉത്സവാഘോഷങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകളൊക്കെ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി
കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും വളരെ സമാധാനത്തോടുകൂടി തന്നെ ഈ അസുഖങ്ങളെ നിയന്ത്രിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. നീതിയുക്തമായിട്ടുള്ള സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് പ്രാരംഭത്തിൽ ഓർമ്മശക്തി കുറവുണ്ടെങ്കിൽ പോലും ഈ മാർച്ച് ഏപ്രിൽ മാസകാലങ്ങളിൽ അന്തിമമായിട്ടെല്ലാം വളരെ നല്ല നിലയിൽ പരീക്ഷയിൽ ശോഭിക്കാനും അവതരിപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. പ്രോത്സാഹന സമ്മാനം പല മേഖലകളിൽ നിന്നും വന്നു ചേരുന്നത് വഴി നിശ്ചിതമായിട്ടുള്ള കലാകായിക മേഖലകളിലൂടെ പ്രാരംഭം എന്നുള്ളൊരു അവസ്ഥ മാറ്റിയിട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. സഹപ്രവർത്തകരോടൊപ്പം ഏപ്രിൽ മെയ് എന്നീ മാസകാലങ്ങളിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് തയ്യാറെടുക്കുവാൻ സാധ്യതയുണ്ട്. സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം കൈവരിക്കാൻ ഇടവരും. ഊഹക്കച്ചവടത്തിൽ നിന്ന് പിന്മാറി കൺവെട്ടത്തിൽ കാണുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. സൽക്കർമ്മങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ഇതാണ് ആയില നക്ഷത്രം ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ സകുടുംബം സ്ഥിരതാമസമാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അപേക്ഷകൾക്ക് അനുമതി ലഭിക്കുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് 3-4 മാസത്തിൻ്റെ ഉള്ളിൽ വിദേശത്ത് എത്തിച്ചേരണം എന്ന നിർദ്ദേശം സ്വീകരിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ജോലി രാജിക്കത്ത് നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അതിജീവിക്കുന്നതിന് ഔചിത്യമുള്ള സമീപന ശൈലി അവലംബിക്കുന്നത് വഴി ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്നതിൽ നിന്നും പിന്മാറുവാൻ സാധിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ളൊരു അവസരമുണ്ടാകുവാനുള്ള യോഗമുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. പണം കടം കൊടുത്തുകൊണ്ടും ജാമ്യം നിന്നുകൊണ്ടും സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പരാജയം സംഭവിക്കുവാൻ മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ യോഗം കാണുന്നതുമുണ്ട്. അധിക ചെലവ് നിയന്ത്രിക്കുന്നതിന് ഭാഗമായിട്ട് എല്ലാ സാമ്പത്തികമായിട്ടുള്ള വിഭാഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുവാനായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാൻ ഇടവരും. ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് ജോലിക്ക് അപേക്ഷ നൽകുവാൻ അവസരം വന്നു ചേരും. മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾക്ക് യോഗമുണ്ട്. പലപ്പോഴും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നും വന്നു ചേരുന്നത് വഴി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. ആജ്ഞാനുവർത്തികളിൽ നിന്നും യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില ആശയങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗർഭിണികൾക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിവും പ്രാപ്തിയും അറിവുമുണ്ടെങ്കിലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം പല കാര്യങ്ങളിലും പരാജയം സംഭവിക്കുവാൻ ഇടയുണ്ട്.
സത്യാവസ്ഥ ബോധിപ്പിക്കുന്നത് വഴി മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുവാൻ യോഗം കാണുന്നു. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും അനുമതി തേടുവാൻ യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പല പദ്ധതികളും സ്വന്തം നിലയിൽ ഉള്ള കുറ്റങ്ങളല്ലാതെ തന്നെ ജോലി ഭാരത്താൽ വരുന്ന ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ ധ്രുവീകരിക്കാനുള്ളൊരു അവസരം വന്നു ചേരുന്നത് വഴി തികച്ചും അവിചാരിതമായിട്ടാണ് വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശങ്ങളായിരിക്കാം, അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശമായിരിക്കാം, എന്തായാലും സർവാത്മന സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കും. ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ യോഗം കാണുന്നുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിട വരുമെങ്കിൽ പോലും പ്രവർത്തന തലത്തിൽ എത്തിച്ചേരുവാൻ അധിക ചെലവ് അനുഭവപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകളോടുകൂടി പലവിധ വ്യവസ്ഥകളോടുകൂടി ജോലി ചെയ്യാനിടയുള്ളതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ജീവിത പങ്കാളിയെയോ മാതാപിതാക്കളോ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ ദുരവസ്ഥകൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി തന്നെ ഒരു ഉദ്യോഗത്തിന് സാധ്യതയുണ്ട്. ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും എല്ലാ കാര്യങ്ങൾക്കും ഗുണകരമായുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ദേഹക്ഷീണം അനുഭവപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും മഹത് വ്യക്തികളുടെ വിജ്ഞാനവും അനുഭവജ്ഞാനവും സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതിന് ഭാഗമായിട്ട് ചില കാര്യങ്ങളിൽ സഹിഷ്ണുതയും പലപ്പോഴും ഇതിനു വേണ്ടിയതായിട്ടുള്ള ചില പാഠ്യപദ്ധതികൾക്ക് ചേരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സുഹൃത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായ പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. ഗവേഷണ ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യത കാണുന്നു. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ വേണ്ടി വരുമെങ്കിൽ പോലും അതൊരു കൃത്യമായുള്ള രൂപരേഖ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ്. ഇതാണ് മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒരു മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.